20 വർഷം മുമ്പ് ആരംഭിച്ച ഈ വികസന യാത്രയിൽ ആദ്യ 13 വർഷം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. തുടർന്ന് 2014 മുതൽ പ്രധാനമന്ത്രിയായി അദ്ദേഹം സർവജന പിന്തുണയോടെ രാഷ്ട്രത്തെ സേവിക്കുന്നു. ജനങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടകറ്റണം, എല്ലായിടത്തും സന്തോഷം പ്രസരിക്കണം, വീടുകളിൽ വെളിച്ചം പരക്കണം. ഇതാണ് ജനകോടികളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ പൊതുപ്രവർത്തകന്റെ ലക്ഷ്യം. ഗുജറാത്തിൽ ആരംഭിച്ച എല്ലാ ക്ഷേമ പദ്ധതികളും ഇപ്പോൾ രാജ്യമെമ്പാടും നടപ്പിലാക്കപ്പെടുന്നു. ഇതുമൂലം കോടിക്കണക്കിന് ആളുകളുടെ ജീവിതങ്ങൾ മെച്ചപ്പെടുന്നു. ഗുജറാത്തിലെ പഞ്ചമഹൽ ഗ്രാമത്തിലെ ഹസ്മുഖ് ഭായിയുടെ വീടിന് 2006 ആരംഭിച്ച ജ്യോതിഗ്രാം പദ്ധതിയുടെ കീഴിലാണ് വൈദ്യുതി ലഭിച്ചത്. ഈ പദ്ധതി പ്രകാരം പതിറ്റാണ്ടുകളായി വൈദ്യുതി എത്താത്ത ഗുജറാത്തിലെ വിദൂര പ്രദേശങ്ങളിലെ വീടുകളിൽ പോലും പ്രകാശം പരന്നു. ആ സമയത്ത് വീടുകളെ ഉജ്ജ്വലമാക്കുന്ന കാര്യം മാത്രമല്ല, വൈദ്യുതി വിതരണത്തിന്റെ മുഴുവൻ സംവിധാനവും അതോടൊപ്പം മെച്ചപ്പെട്ടു. ये ज्योति ग्राम से हमने वो कनेक्शन लिया है और ये मोदी सरकार ने जो कनेक्शन ज्योति ग्राम का है वो बहुत बढ़िया है और हमसे पूरा बीज पूरा पड़ रहा है। 10 साल पहले ज्योति ग्राम योजना हमको मिल नहीं रहा था। अभी रात को अंधेरे में रहते थे, अभी बहुत शुभ मिलते हैं, लाइट मिलते हैं। रात को पंखे में रहते हम, झाड़ में रात को जाते हैं, बाहर का लाइट चालू करते हैं। 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രഭരണം ഏറ്റെടുത്തപ്പോൾ ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച സമ്പൂർണ്ണ ഗൃഹവൈദ്യുതീകരണത്തിന്റെ യാത്ര അതിവേഗം ദേശമെങ്ങും പുരോഗമിച്ചു. വൈദ്യുതി എത്താത്ത കോടിക്കണക്കിന് വീടുകളും ആയിരക്കണക്കിന് ഗ്രാമങ്ങളും അന്നുണ്ടായിരുന്നു. രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളെയും പ്രകാശമയമാക്കേണ്ട ആ ജോലിയാണ് രാജ്യത്തെ പ്രധാനമന്ത്രി ആദ്യം ആരംഭിച്ചത്. രാജ്യത്തെ വൈദ്യുത വിതരണ ഘടന ശരിയാക്കുന്നതിനിടയിൽ വെല്ലുവിളി നിറഞ്ഞ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങൾക്ക് വൈദ്യുതി നൽകുന്ന ചരിത്രപരമായ ദൗത്യം പൂർത്തീകരിക്കുകയും മറ്റേതൊരു രാജ്യത്തിനും മാതൃകയാകുന്ന വിധം വൈദ്യുതി മേഖലയിൽ അത്രമേൽ പുരോഗതി കൈവരിക്കുകയും ചെയ്തു. രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി നൽകിയ ശേഷം മോദി സർക്കാർ എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ എത്തിക്കാനുള്ള ദൗത്യത്തിനും തുടക്കം കുറിച്ചു. मेरे घर में पहले लाइट नहीं थी और आवाज़ भी नहीं था, लेकिन मोदी जी के कारण से कुछ हमको आवाज़ भी मिला है और थोड़ा रोजगार भी मिल रहा है, तो इससे हम बहुत खुश हैं। और बिजली भी हमारे घर में आ चुकी है। हमारे दादी के नाम पे हमें एक घर मिला है और लाइट की भी सुविधा मिली है। और पहले हम लोगों के घर में लाइट नहीं थी, पढ़ने में दिक्कत होती थी। अब मतलब लाइट भी मिल गई है, तो उस वजह से हम पढ़ भी अच्छे से सकते हैं और हमारा ग्रेजुएशन हो रहा है। പ്രധാനമന്ത്രി സഹജ് ഹർ ഘർ ബിജലി യോജന, അതായത് സൗഭാഗ്യ യോജന 2017 സെപ്റ്റംബർ 25 പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായയുടെ ജന്മദിനത്തിൽ ആരംഭിച്ചു. അതിനുശേഷം എല്ലാ വീടുകളിലും വൈദ്യുതി എത്തേണ്ടതിനുള്ള ജോലി മുഴുവൻ വേഗത്തിലും മുന്നോട്ട് കൊണ്ടുപോയി. സൗഭാഗ്യ യോജനയുടെ 4 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ താത്പര്യം പ്രകടിപ്പിച്ച രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും വൈദ്യുതി ലഭിച്ചിട്ടുണ്ട്. അത്തരമൊരു ഊർജ വിപ്ലവം ലോകത്തിന് മുഴുവൻ മാതൃകയായി. प्रधानमंत्री सौभाग्य योजना घर घर में उजियारा लाए, घर घर में उजियारा लाए। अंधियारा कोसों दूर भगे, जगमग जगमग हर घर है जा, जगमग जगमग हर घर है जा. ജനങ്ങളുടെ വീടുകളിൽ വെളിച്ചം ഉണ്ടായിരിക്കണമെന്ന കാര്യത്തിൽ മാത്രമല്ല പ്രധാനമന്ത്രി മോദിക്ക് വേവലാതി. രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും കെട്ടുറപ്പുള്ള ഒരു വീടുണ്ടാകണം എന്നുകൂടി അദ്ദേഹം ലക്ഷ്യം വെച്ചു. ആ ദിശയിൽ ചരിത്രപരമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. 2022 ആകുമ്പോഴേക്കും എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി നമ്മൾ അതിവേഗം നീങ്ങുകയാണ്. बहुत तकलीफ था, बारिश होती थी, चूने लगता था, सब मेहमान आते थे, सब भीग जाते थे ऐसे, और कच्चा घर था ना। हमारे साथ छत के नीचे वो टीन धरा हुआ था, कुछ रहने की व्यवस्था नहीं थी और प्रधानमंत्री जी को हम शुक्रिया अदा करते हैं. ഈ വീടുകളിൽ 80% സ്ത്രീകളുടെ പേരിലായിരുന്നു അനുവദിച്ചത് എന്നതാണ് പ്രധാന കാര്യം. अगर मकान है तो पति के नाम पर, खेत है तो पति के नाम पर, गाड़ी है तो पति के नाम पर, स्कूटर है तो पति के नाम पर, दुकान है तो पति के नाम पर, और अगर पति नहीं रहा
तो बेटे के नाम पर, लेकिन उस माँ के नाम पर कुछ नहीं होता है। एक स्वस्थ समाज के लिए संतुलन बनाने के लिए कुछ कदम उठाने पड़ते हैं, और इसलिए हमने तय किया है कि सरकार जो आवास देगी उसका मालिकाना हक महिला को दिया जाए। ഒരു വശത്ത് പാവപ്പെട്ടവർക്ക് നൽകുന്ന ഭവന സബ്സിഡിയിലൂടെ മറുവശത്ത് ഒരു മധ്യവർഗ കുടുംബത്തിന്റെ ഭവന വായ്പയിൽ ഏർപ്പെടുത്തിയ നികുതി ഇളവിലൂടെ സ്വന്തമായി വീടെന്ന എല്ലാവരുടെയും സ്വപ്നവും പൂർത്തീകരിക്കപ്പെടുന്നു. മോദി സർക്കാരിന്റെ വികസനം വൈദ്യുതി, വെള്ളം, പാർപ്പിടം എന്നിവയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ആദ്യം ഗുജറാത്തിൽ, പിന്നീട് രാജ്യത്തൊട്ടാകെ പ്രധാനമന്ത്രി മോദി ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ നൽകുന്നതിൽ ബദ്ധശ്രദ്ധനാണ്. അതേസമയം തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ദിശയിലും നിരവധി പടവുകളും താണ്ടിക്കഴിഞ്ഞു. जब अटल जी ने नेशनल हाईवे के माध्यम से देश के महानगरों को जोड़ने का विचार रखा था, तो कुछ लोगों को यकीन ही नहीं होता था कि ऐसा संभव है। 6-7 पहले जब मैंने गरीबों के लिए करोड़ों पक्के घर, करोड़ों शौचालय, तेजी से चलने वाली रेल, शहरों में पाइप से गैस, ऑप्टिकल फाइबर जैसे बड़े इंफ्रास्ट्रक्चर प्रोजेक्ट की बात की, तब भी आदतन कुछ लोग यही सोचते थे कि इतना सब कुछ कैसे हो पाएगा। लेकिन आज इन अभियानों में भारत की सफलता दुनिया देख रही है। भारत आज पीएम आवास योजना के तहत जितने पक्के घर बना रहा है वो दुनिया के अनेक देशों की कुल आबादी से भी अधिक है। ഏതൊരു രാജ്യത്തിന്റെയും വികസനത്തിന്റെ നട്ടെല്ലാണ് തൊഴിൽ ശക്തി. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തൊഴിലാളികളുടെ പുതിയ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുക മാത്രമല്ല, യുവാക്കളെ വൈദഗ്ധ്യമുള്ളവരാക്കാൻ രാജ്യവ്യാപക പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. तो अभी हम लोग का कास्ट कला उद्योग चल रहा है। मोदी जी ने बहुत सहयोग किया हम लोगों का। इसके विषय में चर्चा हुई, हम लोग को कमेटी बैठा था, उसके बारे में ये अपना औजार भी अपना दिए थे इन लोगों ने मोदी जी के सहयोग से। खींच दो ये आसमान, पंख है बेताब हमको और भरनी है उड़ान, नोक छूनी है सितारों की अभी नजदीक से, हमको बाहों में अभी भरना है ये सारा जहां। कह दो आसमान से है तैयार हम, लगा के पंख नर के है तैयार हम, कह दो വിദ്യാസമ്പന്നരായ യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനും പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. അടൽ ഇൻക്യുബേഷൻ സെന്റർ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആകട്ടെ, യുവാക്കളെ വൈദഗ്ധ്യമുള്ളവരാക്കാൻ ആരംഭിച്ച പ്രചാരണത്തിന്റെ ഫലം ഇപ്പോൾ എല്ലായിടത്തും ദൃശ്യമാണ്. मैं यहाँ लगातार पिछले 1 साल से DIC से जुड़ा हुआ हूँ और यहाँ मैं बहुत सारे डिज़ाइन प्रोसेस, डिज़ाइन थिंकिंग, ग्राफिक डिज़ाइन से रिलेटेड काम करता हूँ, सीखता हूँ. यहाँ के टीचर से बहुत मोटिवेशन मिलता है एंड साथ में काम करने के लिए प्रेरित होता हूँ. और स्टार्टअप से जुड़े हुए बहुत सारी चीज़ों पे, ब्रांडिंग, पैकेजिंग से रिलेटेड काम सीखता हूँ और करते आता हूँ. हम लोग यहाँ पर काशी हिंदू विश्वविद्यालय के सभी बच्चों को ये समझाने और बताने का प्रयास करते हैं प्रायोगिक रूप से कि डिज़ाइन इनोवेशन कैसे काम करता है और इनका आम जिंदगी में, उनकी ज़िंदगी में, उनकी पढ़ाई लिखाई में, उनके रेगुलर कोर्स में क्या महत्व है. तो गवर्नमेंट ने जो पॉलिसीज़ अभी फ्रेम की हुई है उसका बहुत फ़ायदा हुआ हम स्टूडेंट्स को. और एक स्किल इंडिया प्रोग्राम करके है जो स्टूडेंट्स को सिखाते हैं और फाइनेंशियल हेल्प भी करते हैं स्टार्टअप्स में, तो जिसकी वजह से हमारे देश का फ्यूचर सिक्योर रहता है. വിദ്യാസമ്പന്നരായ യുവാക്കൾ ജോലി ചെയ്യുക മാത്രമല്ല, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കൂടിയായി മാറണമെന്ന ലക്ഷ്യത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ നിരവധി നടപടികൾ എടുത്തു കഴിഞ്ഞു. ഇന്ന് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിനായി രാജ്യത്ത് മെച്ചപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ഒരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു എന്നോർക്കണം.
जो हमारी ग्रोथ रेट है इस समय स्टार्टअप्स की वो लगभग 12 से 15% ईयर ऑन ईयर के उस स्तर पर हम ग्रोथ कर रहे हैं स्टार्टअप इकोसिस्टम में। और अभी जो वर्ल्ड इन्वेस्टमेंट रिपोर्ट 2021 की आई है जिसमें कि ये बताया गया कि फॉरेन डायरेक्ट इन्वेस्टमेंट 64 बिलियन का रहा है सन 2020 में। और अगर आप इसके पीछे के मुख्य कारणों को देखना चाहें तो मैं सबसे पहले नेशनल इनोवेशन एंड स्टार्टअप पॉलिसी के बारे में बात करना चाहूंगा 2019 में जो की आई, उसके साथ ही साथ आईपीआर पॉलिसी, नेशनल आईपीआर पॉलिसी 2016 में जो आई, उसके अलावा स्टार्टअप रिकॉग्निशन पॉलिसी जिसमें कि रिकॉग्नाइज स्टार्टअप्स को टैक्स एग्जेम्पशन फॉर 3 इयर्स, एंजल इन्वेस्टमेंट टैक्स फेवर, उसके अलावा फ्री ऑफ कॉस्ट पेटेंट फाइलिंग की जो फैसिलिटीज हैं वो बहुत ही मुख्यतः तौर पर आई है। तो जो स्टार्टअप का इकोसिस्टम जो एक इंडस्ट्रियल इन्वेस्टमेंट और एक यूथ को एक अल्टरनेटिव दिया गया है कि आप जॉब के अलावा भी स्टार्टअप इकोसिस्टम में एंटर कर सकते हैं, स्टार्टअप इकोसिस्टम का फायदा उठा सकते हैं। जब मैं जॉब करता था, ये स्टार्टअप करने से पहले मैं 15 साल एमएनसीज में काम करता था। हमेशा मैं सोचता रहता था कि मुझे कुछ अपना करना है। और ये जब मैंने देखा 2016 से स्टार्टअप का जो एनवायरनमेंट क्रिएट हुआ विद द हेल्प ऑफ द गवर्नमेंट, और काफ़ी नॉर्थ ईस्ट को फोकस भी कर रहे हैं विद ड्यू रिगार्ड्स, मुझे थोड़ा हिम्मत हुआ तो मैंने अपना जॉब छोड़ के फुल टाइम में अपने ये स्टार्टअप पे दिया है। आज 3 साल बाद हम एक कॉन्फिडेंस के साथ बोल पा रहे हैं कि हम एम्प्लॉयमेंट भी जनरेट कर रहे हैं, फार्मर्स का इनकम इम्प्रूवमेंट में हम लोग हेल्प कर पा रहे हैं। രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും വികസനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി ഒരുപോലെ ശ്രദ്ധ വയ്ക്കുന്നു. ദ്രുതഗതിയിലുള്ള വികസനം എല്ലായിടത്തും ഇപ്പോൾ ദൃശ്യമാണ്. പാലം, റോഡ്, തുരങ്കം എന്നീ അടിസ്ഥാന സൗകര്യ നിർമ്മാണത്തിൽ വേഗത്തിലുള്ള പുരോഗതി കൈവരിച്ചു. യുപിയിൽ കാശിയിലെ ജനങ്ങൾ പ്രധാനമന്ത്രി മോദിയെ ഏറ്റവും വലിയ ജനാധിപത്യ ക്ഷേത്രത്തിലേക്ക് അയച്ചത് ആദ്യമായി 2014 പിന്നീട് 2019 ആണ്. ലോകത്തിലെ ഏറ്റവും പഴയ ഈ നഗരത്തിലെ ജനങ്ങളെക്കാൾ നന്നായി ആർക്കാണ് പറയാൻ കഴിയുക? എന്താണ് വികസനത്തിന്റെ അർത്ഥം എന്ന്? बनारस में भी वो जो समय था कि लंका से कैंट तक आने में लोगों की कमर टूट जाती थी और कई घंटे लगते थे। आज स्थिति हो गई कि बनारस की सड़कें चुस्त और दुरुस्त हैं। कम से कम ये कह सकते हैं कि आप गंगा तट से चल करके कैंट तक आइए, कोई यात्री आए, चाहे वो मड़ुआडीह स्टेशन पर भी जाए तो सब सुकून से पहुंच सकता है। बनारस की सड़कों के किनारे बिजली के बहुत पुराने खंभे थे, वो शायद हमको लगता है कि आज़ादी के समय के ही लगे थे, प्रारंभ में लगे थे, हटे नहीं थे। कुछ तो इतने जर्जर हो गए थे कि जंग लग करके कि वो गिर रहे थे आए दिन, वो भी दुर्घटनाग्रस्त करते थे लोगों को। लेकिन आज हमारे यहाँ हेरिटेज पोल लगे हुए हैं जिससे लगता है कि बनारस एक खूबसूरत और अच्छा शहर है, उसकी गरिमा के रूप है। പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ എങ്ങനെയാണ് വെല്ലുവിളികളെ നേരിടുന്നതെന്ന് ലോകം മുഴുവൻ ശ്രദ്ധയോടെ വീക്ഷിച്ചു. ഇന്ന് നമ്മൾ ദ്രുതഗതിയിലുള്ള വികസനത്തിന്റെ പാതയിലേക്ക് മടങ്ങുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 100 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം രാജ്യത്തിന്റെ വികസനത്തിന് പുതിയ ശക്തി നൽകും. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ 25 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം എല്ലാവരുടെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്ന ലക്ഷ്യം കൈവരിക്കും. एक जज्बा, एक पैशन, हम सब इंस्पायर होते हैं। नए नए इनिशिएटिव्स, सिर्फ इनिशिएटिव ही नहीं, इम्प्लीमेंटेशन में, इनोवेटिव प्रैक्टिसेस में हर एक सेक्टर को हम देखें, वो हेल्थ हो, एजुकेशन हो, इकोलॉजी हो और इकोनॉमी हो, तो बैलेंस है। इंफ्रास्ट्रक्चर हो, कैरेक्टर बिल्डिंग हो, ये पूरे देश में पिछले 20 सालों में हर भारतीय के मन में, युवाओं के मन में एक नई आश जगी है। സ്കൂളുകളിലും കോളേജുകളിലും മികച്ച വിദ്യാഭ്യാസത്തിനായി മുൻ വർഷങ്ങളിൽ ആരംഭിച്ച പ്രവർത്തനങ്ങൾ 2020 സമൂലമായ മാറ്റത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു.
പുതിയ വിദ്യാഭ്യാസ നയം രാജ്യത്ത് നടപ്പിലാക്കി ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അധ്യാപകരുടെ ഗുണനിലവാരം ഉയർത്താൻ പ്രധാനമന്ത്രി മോദി പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ അധ്യാപകരുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ പരിശീലനത്തിനും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പരമാവധി ഉപയോഗവും ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി മോദിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. में उनके विचारों पर आधारित एक राष्ट्रीय शिक्षा नीति आई। मुझे याद पड़ता है जून 2014 में जब पहली बार प्रधानमंत्री जी ने संसद को संबोधित किया था और शिक्षा की एक दृष्टि दी थी। यह कहा था कि वो गरीब जो गांव में है, जो पिछड़ गया, जिसे शिक्षा नहीं पहुंची, जिसके पास एक अच्छा शिक्षक नहीं है, उसके लिए हम क्या कर सकते हैं। और फिर उन्होंने जवाब दिया था, क्या हम तकनीक के माध्यम से उन तक नहीं पहुंच सकते हैं। ये हुआ है, स्वयं और स्वयं प्रभा के माध्यम से हम वहां तक पहुंचे हैं। വിദ്യാർത്ഥികൾക്ക് എല്ലാ അവസരങ്ങളും നൽകുന്നതും നമ്മുടെ വിദ്യാഭ്യാസ പരിജ്ഞാനം പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഒരു വിദ്യാഭ്യാസ നയം വിഭാവനം ചെയ്യപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് ഹ്യൂമാനിറ്റീസിനൊപ്പം സയൻസ് വിഷയങ്ങളും ഒരുമിച്ച് തിരഞ്ഞെടുക്കാനുള്ള അവസരവും അവരുടെ സ്വന്തം ഭാഷയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരവും പുതിയ വിദ്യാഭ്യാസ നയം ഉറപ്പു നൽകുന്നു. ഈ ദിശയിൽ ലോകത്തെ നയിച്ചുകൊണ്ട് ഇന്ത്യ ഒന്നാമതാകുന്നു. शिक्षा में तकनीकी ज्ञान की बहुलता होनी चाहिए, शिक्षा में सर्वांगीण विकास को महत्व मिलना चाहिए और हमारा नागरिक वैश्विक नागरिक भी बन सके, उसमें जन कल्याण का बोध भी हो, ऐसे बोध का सृजन यह शिक्षा नीति करती है। माननीय प्रधानमंत्री मोदी जी के द्वारा भी सर्वांगीण विकास के ऊपर बहुत जोर डाला गया है और यह शिक्षा नीति सर्वांगीण विकास के लिए स्कूली शिक्षा के माध्यम से हायर एजुकेशन तक प्रत्येक स्तर पर वह व्यवस्था करती है। पहले हमारे सिस्टम में होता था, काफ़ी थ्योरी पे ज़्यादा फोकस किया होता था एंड फ्लेक्सिबिलिटी बहुत कम होती थी इन जनरल। तो अभी के पॉलिसी में जो चेंज आया है जिसमें फ्लेक्सिबिलिटी को ज़्यादा बढ़ावा दिया गया है, स्पेशली हायर एजुकेशन इंस्टीट्यूशंस या फिर अगर अब देखा जाए तो इवन सेकेंड थर्ड स्टैंडर्ड का जो भी है, जहाँ पे रिसर्च बेस को ज़्यादा इंकरेज किया गया है एंड ये सारी चीज़ें इनोवेशन के लिए ज़्यादा बढ़ावा दे रही है। एंड ये हमें कैसे हेल्प होगी, हमारे जनरेशन को और आने वाले जनरेशन को भी ये फ्यूचर में काफ़ी हेल्प होगी, बिकॉज इससे जो इनोवेटर्स है, स्पेशली जो स्टार्टअप्स में जाना चाहते हैं, उसको भी ज़्यादा बढ़ावा मिलेगा। ആദ്യം ഗുജറാത്തിലും പിന്നീട് രാജ്യമെമ്പാടും കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഡിജിറ്റൽ വിപ്ലവം സംഭവിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടു. ഗുജറാത്തിലെ വിദൂര ഗ്രാമങ്ങളിലോ രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലോ ഡിജിറ്റൽ കണക്ടിവിറ്റി മുന്നോട്ട് നീങ്ങുമ്പോൾ 4G കണക്ടിവിറ്റി ഇന്ന് ആൻഡമാൻ നിക്കോബാറിലെ ദ്വീപുകളിലെ പോർട്ട് ബ്ലെയറിലും എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്ന സഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും വളരെയധികം പ്രയോജനം ലഭിച്ചു. ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ചരിത്രപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാകണം എന്നുള്ള കോടിക്കണക്കിന് പാവപ്പെട്ടവരുടെ സ്വപ്നം ഇതിനകം പൂർത്തീകരിച്ചു. ഇപ്പോൾ എല്ലാ സർക്കാർ ധനസഹായങ്ങളും ഈ അക്കൗണ്ടുകളിൽ നേരിട്ട് ലഭിക്കുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം മികച്ചതാക്കാൻ പുതിയ സാങ്കേതിക വിദ്യ എങ്ങനെ സ്വീകരിക്കാം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ നിർണായകമായ പ്രവർത്തനങ്ങൾ നടന്നു. भारत में पिछले 6-7 वर्षों में शहरी क्षेत्र में बहुत बड़ा परिवर्तन टेक्नोलॉजी से आया है। देश के 70 से ज्यादा शहरों में आज जो इंटीग्रेटेड कमांड एंड कंट्रोल सेंटर चल रहे हैं, उसका आधार टेक्नोलॉजी ही है। आज देश के शहरों में सीसीटीवी कैमरों का जो नेटवर्क बिछ रहा है, टेक्नोलॉजी ही उसे मजबूत कर रही है। देश के 75 शहरों में जो 30,000 से ज्यादा आधुनिक सीसीटीवी कैमरे लगे हैं, उनकी वजह से गुनहगारों को 100 बार सोचना पड़ता है।
സമ്പൂർണ്ണ റോഡ് മാപ്പിനൊപ്പം ഇന്ന് ഇന്ത്യ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം നീങ്ങുകയാണ്. ഇൻസെന്റീവ് ലിങ്ക്ഡ് സ്കീം വിവിധ മേഖലകളിൽ നടപ്പാക്കിയിട്ടുണ്ട്. മൊബൈൽ ഉൾപ്പെടെയുള്ള എല്ലാ ഇലക്ട്രോണിക് ഉത്പന്നങ്ങളുടെയും ആഗോള ഉൽപാദന കേന്ദ്രമായി ഇന്ന് ഇന്ത്യ ഉയർന്നു വരുന്നു. तब के चीफ मिनिस्टर के नेतृत्व, नरेंद्र भाई मोदी के नेतृत्व में वाइब्रेंट गुजरात का जन्म हुआ। ये साल था 2002 और उसमें मुझे याद है कि हम लोग ने ताज होटल में नरेंद्र भाई ने एक मीटिंग बुलाई थी। वहाँ 8 से 10 इंडस्ट्रियलिस्ट को इकट्ठा किया था और ये उनका प्रस्ताव रहा था कि एक गुजरात का जो एक पहचान है वो विश्व भर में जाए। तो उसके लिए मेड इन गुजरात के लिए उन्होंने एक लोगो भी सजेस्ट किया था कि एक लायन का लोगो हो और हर एक अच्छा प्रोडक्ट जो गुजरात से जाए उसके ऊपर मेड इन गुजरात के साथ वो लायन का लोगो भी आवे। धीरे धीरे 1 साल 2 साल के बाद हमने देखा कि इनका जो स्कोप था, जो साइज़ थी और जिस तरह के हाई लीडिंग पॉलिटिशियंस, ग्लोबल लीडर्स, इंडस्ट्री लीडर्स, मल्टीनेशनल कंपनीज, इन्वेस्टर्स, थॉट लीडर्स, ये सब जो इकट्ठे हुए और सबकी पहचान बनाई और गुजरात के बारे में जो हमारा जो ड्रीम था, जो नरेंद्र भाई का पर्सनल मिशन था कि गुजरात को एक विश्व में उसकी पहचान बनाने में हम लोग कामयाब और बहुत बड़ी तरह से सफल रहे हैं। സാമ്പത്തിക വികസനം മാത്രമല്ല, സമൂഹത്തിന്റെ പാരമ്പര്യ മേഖലകളെ കൂടി സമ്പന്നമാക്കാൻ പ്രധാനമന്ത്രി മോദി എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. വലിയ തോതിൽ പ്രാദേശിക ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ശ്രദ്ധ എങ്ങനെ ആകർഷിക്കാനാകും എന്ന ദിശയിൽ സംരംഭങ്ങൾ നടത്തി. ഗുജറാത്തിലെ കച്ചിൽ നടന്ന रण ആഘോഷം ഇതിന് ഉദാഹരണമാണ്. ഇന്ന് കച്ച് ഉത്സവം ലോകമെമ്പാടുമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. जो एरिया है काश तो 2005 के पहले किसी को मालूम भी नहीं था। एक डेसर्ट है, हार्श एरिया था, वहाँ इंफ्रास्ट्रक्चर, पानी, पीने के लिए पानी की भी तकलीफ था। तो एरिया में बन्नी एरिया बोलते हैं, बन्नी एरिया में करीबन 47 गांव में वहाँ का लोगों मैक्सिमम माइनॉरिटी का लोग थे, सोशली बैकवर्ड लोग भी वहाँ रहते थे। जो एरिया एक वाइट डेसर्ट जो नमक साल्ट प्लेन कहते हैं, उसको कैसे जो विजन में कन्वर्ट करके ट्रांसफॉर्म किया है, ये सिर्फ आदरणीय प्राइम मिनिस्टर को उनका विजन का एक संपूर्ण ट्रांसफॉर्मेशन है। ഇതോടൊപ്പം ഗുജറാത്തിലെ നവരാത്രിയിൽ പങ്കെടുക്കുന്ന പരിപാടികളോ മകരസംക്രാന്തിയിലെ കൈറ്റ് ഫെസ്റ്റിവലോ ആകട്ടെ, ഈ പരിപാടികളെല്ലാം തന്നെ ഗംഭീരമാക്കിയ രീതി പ്രധാന പാരമ്പര്യങ്ങളും ഉത്സവങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രധാനമന്ത്രി മോദിയുടെ ചിന്തയെ വ്യക്തമാക്കുന്നു. नरेंद्र भाई जब गुजरात के चीफ मिनिस्टर थे तब उन्होंने एक अलग ही तरीके से गरबा को लोगों के सामने प्रस्तुत किया। कहा वाइब्रेंट नवरात्रि, 9 दिन का ऐसा सेलिब्रेशन। गुजरात वैसे तो उत्सव का शहर, उत्सव का देश, गुजरात हमारा राज्य है। उस उत्सव के राज्य को दिया एक अलग ही तोहफा, यानी वाइब्रेंट नवरात्रि। वाइब्रेंट नवरात्रि लोगों के लिए पहले क्या था कि छोटी छोटे सोसाइटीज, फ्लैट वहां पर होते थे गरबे, वो छोटे स्केल में होते थे। उन्होंने एक अलग सपना देखा और उन्होंने कहा वाइब्रेंट नवरात्रि करेंगे बड़े स्केल पर, लोग भी देखते रहेंगे कि गरबा क्या है। और एक अलग उनकी दूरंदेशी थी कि ये त्योहार जो है वो विश्व को अलग तरीके से देखने मिलेगी कि ये जो त्योहार की शान क्या है। ലോകത്ത് ഒരു സൂപ്പർ പവറായി നമ്മൾ ഉയർന്നു വന്നു കഴിഞ്ഞുവെങ്കിൽ അതിന്റെ കരുത്ത് നമ്മുടെ യുവശക്തിയിലും ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിലുമാണ് കൂടിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം, ഇന്ത്യയിലെ 130 കോടി ജനങ്ങളുടെ കരുത്തിൽ ഏത് വെല്ലുവിളിയും നേരിടാം എന്ന സന്ദേശമാണ് നൽകുന്നത്. Yes, democracy can deliver. Yes, democracy has delivered.
കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്ത് സദ്ഭരണത്തിന്റെ ഗാഥകൾ രചിച്ചിട്ടുണ്ട്. അന്നത് ഇന്ത്യ ഒന്നാകെ ആത്മവിശ്വാസം കൊണ്ട് നിറച്ചു. ഇന്ന് ഇന്ത്യ അതിന്റെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലോകത്തിന് മുഴുവൻ ഒരു മാതൃകയായി മാറുകയാണ്. എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് ചിറക് നൽകിക്കൊണ്ട് സുവർണമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ദീർഘവീക്ഷണമുള്ളതും കഴിവുറ്റതുമായ ഒരു നേതൃത്വം ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ രാഷ്ട്രത്തെ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. ഈ യാത്ര അവിരാമം തുടരുകയാണ്.